ഇത്തരം ഡൂമുകളൊക്കെ കാണാൻ ഇങ്ങനെ തിരിയുന്നതായിട്ട്. പക്ഷെ ഈ ക്യാമറ ഏത് ഭാഗത്താണ് നമുക്ക് പറയാൻ പറ്റില്ല. 360 ഡിഗ്രിക്കാണ് തിരിയുന്നത്. സെൻട്രൽ ഒരെണ്ണം വെച്ചാൽ മതി, ചുറ്റുഭാഗത്തുള്ള ചിത്രങ്ങൾ എടുക്കും. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ ചുറ്റുന്നുണ്ട്. അപ്പൊ ഏത് ഡയറക്ഷനിലാണെന്ന് പറയാൻ പറ്റില്ല. എവിടത്തെ ഫോട്ടോയും ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ സാറ്റലൈറ്റിലും ഈ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒറിജിനൽ ചിത്രമാണ്. സാറ്റലൈറ്റ് ഉപഗ്രഹത്തിന്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അതിലെ ക്യാമറയുടെ ഒരു ചിത്രമാണ് കാണുന്നത്. അങ്ങ് ഭൂമിയുടെ ചിത്രമാണ് കാണുന്നത്. ഭൂമിയുടെ ഏത് പോയിന്റും ഇന്ന് 1 കിലോമീറ്റർ വരെ ആ ക്യാമറ താഴ്ത്താനും സൂം ചെയ്യാനും ചിത്രം എടുക്കാനും ഇതിന് സാധിക്കും. തീർന്നില്ല. ഈ സാറ്റലൈറ്റ് ക്യാമറയിൽ ഗാമ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? ഗാമ ക്യാമറയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മറഞ്ഞ കാര്യങ്ങൾ ചുമരിന്റെ അപ്പുറത്തെ ചിത്രം എടുക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അതാ അങ്ങ് സാറ്റലൈറ്റിൽ ഗാമ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു. ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ വളരെ കൃത്യമായി ഫോട്ടോ എടുക്കാൻ ഈ ഗാമ ക്യാമറ അങ്ങ് സാറ്റലൈറ്റിൽ നിന്ന് സാധിക്കും. കണ്ണുകൊണ്ട് കാണാനും അത് റെക്കോർഡ് ചെയ്യാനും 18,000 കിലോമീറ്റർ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ക്യാമറക്ക് സാധിക്കും. അപ്പൊ ക്യാമറ ഭൂമി തന്നെ വെക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ റൂമിൽ വെക്കണം എന്ന് നിർബന്ധമില്ല. ബെഡ്റൂമിൽ വെക്കണം എന്നൊന്നുമില്ല. ഏത് ബെഡ്റൂമിൽ ആരെ ഫോട്ടോ എടുക്കണമെന്ന് കമ്പ്യൂട്ടറിനോട് അങ്ങോട്ട് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റിന്റെ ക്യാമറ ഇറങ്ങി വന്ന് നമ്മെ ചിത്രം എടുത്തിട്ട് തരും. ഇതെന്തിനാണ്? രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി, ഒളിച്ചു കടത്തുന്ന ആയുധങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി, അതുപോലെ വാഹനങ്ങളിലെ ബോംബ് നിരീക്ഷിക്കാൻ വേണ്ടി, ആയുധങ്ങൾ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നത് തടയാൻ വേണ്ടി, വിമാനങ്ങളിലെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി, യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അതിനാ ക്യാമറ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ ഇനി സംഭവിക്കുക? നിങ്ങളിപ്പോ അടുത്ത പത്രങ്ങളിൽ വായിച്ചില്ലേ? ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന കമ്പനി എല്ലാ രാജ്യവും ഫോട്ടോ എടുത്തു. നമ്മുടെ പാർലമെന്റ് മന്ദിരവും മക്കയും മദീനയും കഅബയും എല്ലാം എടുത്തു. അമേരിക്കയിലെ വൈറ്റ് ഹൗസും മുഴുവനും ഫോട്ടോ എടുത്തു. ഇന്റർനെറ്റിൽ സൗജന്യമായിട്ട് ഇട്ടു. നമ്മുടെ വീടും കുട്ടികളെ ഫോട്ടോ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരുപാട് ചെറുപ്പക്കാർ വീട്ടിലെ ഫോട്ടോ എടുത്തിട്ട് 18ഉം 20ഉം വയസ്സായ പെൺകുട്ടികളുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പർ വരെ ചേർത്തിട്ടുണ്ട്. മരമണ്ടൂസന്മാർ അവന്റെ വീട്ടിലേക്ക് പോകണ ഗേറ്റൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വരുന്നത്. ഒരു കാര്യം കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വീട്ടിൽ ഉമ്മയും ഉപ്പയും ഇല്ല, പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഒന്നും കൂടി അവിടെ അഡ്രസ്സിൽ എഴുതി വെച്ചേക്ക്. അവരൊക്കെ യാത്ര പോയിട്ടുണ്ട്, ഇപ്പൊ അവളെ ഉള്ളൂ, ഒന്നും കൂടി അതിൽ ടൈപ്പ് ചെയ്ത് കൂട്ടണം. അപ്പൊ വൃത്തിയായിക്കോളും. ഏതായാലും സൂക്ഷിക്കുക. ഇങ്ങനെ ഓരോരുത്തരെയും ഫോട്ടോ എടുത്ത ഇന്റർനെറ്റിൽ, അതും സൗജന്യമായി ഗൂഗിൾ കമ്പനി, നാസ കമ്പനി, അമേരിക്ക കമ്പനി നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. ഇതെന്തിനെങ്ങനെ വെറുതെ തരുന്ന ഇവര്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് സൗജന്യമായിട്ട് ഇങ്ങനെ തരുന്ന എന്തിനു വേണ്ടിയിട്ടാ? അതെന്നെ അത് അടുത്ത് മനസ്സിലായി. നമ്മുടെ പാർലമെന്റ് മന്ദിരം ഫോട്ടോ എടുത്തു. രാഷ്ട്രപതി ഭവൻ വളരെ വ്യക്തമായി ഫോട്ടോ എടുത്തു. ഈ ഗൂഗിൾ എർത്തിൽ കൊടുത്തു. നമ്മുടെ എതിരാളികൾക്ക് ആ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കടക്കുന്ന വാതിലുകളുടെ അളവും അതിന്റെ ഡിസ്റ്റൻസും അതിലെ പാറാവുകാരനെയും എല്ലാം അതിനകത്ത് അത് നിരീക്ഷിച്ചുകൊണ്ട് ഇവൻ എപ്പോ കിടന്നുറങ്ങും, ഏത് സമയത്തായിരിക്കും മന്ത്രി അതിന്റെ അകത്ത് ഉണ്ടാവുക, പ്രസിഡന്റ്, എല്ലാ ഡാറ്റയും ഇന്റർനെറ്റില്. അപ്പൊ അത് കണ്ടപ്പോ പറഞ്ഞു, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും അതുപോലെ നമ്മളെ പ്രസിഡന്റൊക്കെ പറഞ്ഞു ഗൂഗിൾ എർത്ത് കമ്പനിയോട്, വെരി സോറി, ഞങ്ങളുടെ ഈ പാർലമെന്റ് മന്ദിരത്തിലെ ഈ ഫോട്ടോ ഒക്കെ ഒന്ന് മായ്ച്ചു തരണം, അത് ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ബാധകമാണ്. ശരി, മായ്ച്ചു കളയാം. $... കോടി ഇട്ട് തന്നാ മായ്ച്ചു തരാം. ഒരു പത്രവും അത് വ്യക്തമായിട്ട് എഴുതൂല. കാരണം അത് പാടില്ല. ഇത്ര കോടി $... തന്നാൽ ഞാൻ മായ്ച്ചു തരാം, എടുത്തു തരാന്നല്ല കേട്ടോ, മായ്ച്ചു തരാം. കൊടുത്തു എന്നാ കേൾക്കണേ. എത്ര കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ഇന്ന് ഇന്റർനെറ്റ് ഒന്ന് മറച്ചു നോക്കൂ. പാർലമെന്റ് ഭവനും രാഷ്ട്രപതി ഭവനും ഒന്ന് എടുത്തു നോക്കൂ. ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുണ്ടാവും. ക്ലിയർ അല്ല ഫോട്ടോ ഒന്നും. മക്ക എടുത്ത് നോക്കിയപ്പോ ഒരു വെള്ളപ്പാണ്ട് പൂശിയ പോലെയാ. മദീന തീരെ ക്ലിയർ ഇല്ല, കഅബയും ക്ലിയർ ഇല്ല, മക്കയും ക്ലിയർ, ഒന്നും ക്ലിയർ ഇല്ല. എല്ലാവരുടെ അടുത്തുനിന്നും അവർ വാങ്ങി കാശ്. വൈറ്റ് ഹൗസിലെ ബുഷിന്റെ അടുത്തൊന്നും വാങ്ങി കാശ്, സ്വന്തം തന്തേന്റെ അടുത്തൊന്നും വാങ്ങി കാശ്. വൈറ്റ് ഹൗസും ഇപ്പൊ വെള്ള പൂശിയ പോലെ ആകെ. മൊത്തം വൈറ്റ് ഹൗസ് ആയിക്കണ്. പാർലമെന്റ് മന്ദിരവും കഅബയും വൈറ്റ് ഹൗസ് പോലെ ആയിക്കണ്. ആകെ വെളുത്തിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സംഭവിച്ച്? അവർ മായ്ച്ചു കളഞ്ഞു, കോടികൾ കൊടുത്തു. അപ്പം അവരുടെ സാങ്കേതിക വിദ്യ, സൗജന്യമായി നൽകിയ സാങ്കേതിക വിദ്യക്ക് പൈസ കിട്ടിയോ? ഒരാളെ ഫോട്ടോ എടുക്കുക, പാടില്ല പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞു, ഇഞ്ഞു മായ്ച്ചാൻ കൈസ ഉണ്ടാ അറിയാം. പോക്കിരിത്തരെന്ന് പറയാം. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. ചിന്തിക്കാൻ വേണ്ടി പറയാ ഞാൻ. ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. ഇനി ഗാമ ക്യാമറയും സ്ഥാപിച്ചു. നിങ്ങൾ എത്ര മായ്ച്ചാലും പിന്നെ എടുക്കും. കാരണം അവരെടുത്തതിന്റെ ഡാറ്റയുണ്ട്, മായ്ച്ചാലും പോവില്ല. അതാണ് ഗാമ ക്യാമറയുടെ ഒരു പ്രത്യേകത. ഗാമ ക്യാമറയുടെ തുടക്കത്തിൽ ഒരു പരീക്ഷണം നടത്തി അങ്ങ് ചൈനയില്. ആ ക്യാമറ മൊബൈൽ ഫോണിൽ വന്നു. അതാ ഫോട്ടോ എടുത്ത ചിത്രങ്ങളാണ് കാണുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ. കുപ്പായം, തുണിയൊന്നും കാണൂല, വ്യക്തമായി ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞു. ഞാൻ തെളിവിന് വേണ്ടി മാത്രം കൊടുന്നതാണ്. അല്ലെന്റെ വിശ്വാസം ഉണ്ടാവില്ല ഇന്നത്തെ ജനങ്ങൾക്ക്. ഇത് എത്ര പറഞ്ഞാലും അതൊക്കെ ഇപ്പൊ രാജ്യത്തുണ്ടാവുമോ? എന്റെ സുഹൃത്തുക്കൾ വരെ ചോദിച്ചതാണ്.
ഒരു ദിവസം രണ്ടത്താണിൽ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ബ്രിഡ്കോ ഓഫീസിൽ എൻ്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു, ഹംസനാള് ഭയങ്കര പ്രസംഗം നടത്തി അവിടെ, അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. ഉടനെ എൻ്റെ ഒരു സ്റ്റാഫ് ആ കാറിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്നാ അവിടെ ഇരിക്കുകി, എന്നാ പിടിച്ചോ, കണ്ടോ ഇതിപ്പോ അവിടെ നടക്കുന്ന സാധനം, ഇത് ഇവിടെ നടക്കുന്ന സാധനം, ഇത് ഇപ്പുറത്ത്, ഇത് രണ്ടത്താണി ഉത്തരത്താണി, ഇത് അമേരിക്കയാണ്, ഇത് കണ്ട അപ്പൊ ഉണ്ടല്ലേ, കണ്ടാലേ ബോധ്യമുള്ളൂ. അതിന് കൊടുന്നതാണ് ഈ ചിത്രങ്ങള്. ഇതാ ചൈനയിലെ ഒരു ക്യാമറയിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞു. കുപ്പായം തുണിയൊന്നും ഇല്ലാത്ത ഫോട്ടോ എടുക്കാൻ അവർ പരീക്ഷിച്ചു കഴിഞ്ഞു. പക്ഷെ ഉടനെ തന്നെ ചൈന പറഞ്ഞു, സോറി, ആ സാങ്കേതികത നമുക്ക് വേണ്ട, 4ാം തലമുറയിൽ അത്തരം ക്യാമറ വേണ്ട എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ അത് വരും. നമ്മുടെ കൊച്ചുമക്കളെടുത്ത സാധനം ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ സൂക്ഷിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാന്നൊക്കെ നിങ്ങളെ മനസ്സിലുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഗാമ ക്യാമറ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ എയർപോർട്ടിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ വരെ. കളർ ചിത്രം, കുപ്പായ തുണിയൊക്കെ ഇട്ടാലും ആ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഫുള്ള് നഗ്നമായ ചിത്രങ്ങൾ കിട്ടും. പക്ഷേ മനുഷ്യരെ നേരക്ക് ആ ക്യാമറ തുറന്നു വെച്ചിട്ടില്ല. പകരം നമ്മുടെ ലഗേജുകളും സൂട്ട് കേസിലെ സ്കാൻ ചെയ്യുന്ന ഒരു സ്കാനിങ് ഉപകരണം വിദേശത്ത് പോകുന്ന എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും. നമ്മുടെ ലഗേജ് ഒരു സ്കാനർ ബോക്സിലേക്ക് കൊടുക്കും. എക്സറ എന്ന് പറയും. എക്സറ എന്ന് പറയുന്നത് പണ്ടാട്ടോ. ഇപ്പൊ എക്സറ അല്ല, ഗാമ റേസ് എന്ന് പറയേണ്ടത്. പണ്ടങ്ങനെ പറയാ, പണ്ട് ഒരു കഥ പറയണം, നായി ദൂരയിലും പട്ടി ദൂരയിലും നായിക്കാട്ടെന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ എല്ലാം ഇങ്ങനെ എക്സറ ചെയ്താൽ എക്സറ അല്ല, ഇപ്പൊ ഗാമാറയാണ്. എത്ര ഒളിപ്പിച്ച പെട്ടിന്റെ അകത്ത് ഉള്ളിന്റെ ഉള്ളിലെ കറുത്ത വയറാണോ മഞ്ഞ വയറാണോ, അത് ലിക്വിഡാണോ, അത് ദ്രാവക വസ്തുവാണോ ഘനമുള്ള വസ്തുവാണോ എന്ന് വളരെ വ്യക്തമായി കാണാനും വീഡിയോ അത് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് ഈ സ്കാനർ എന്ന് പറയുന്ന. സ്കാൻ ചെയ്യാന്ന് പറയില്ലേ, എക്സ്റേ ചെയ്തോന്ന് ചോദിച്ചില്ലേ ആ മെഷീന്റെ ഉള്ളില്. ഇതെങ്ങനെ സാധിച്ചു? ഒരു പെട്ടിയിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊരു ക്യാമറ കൊണ്ട് ഉള്ളിലത്തെ ഫോട്ടോ എടുത്ത് കാണിച്ചെന്നില്ലേ. നിങ്ങൾ പോകുമ്പോൾ ആ പോലീസുകാരന്റെ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തേക്ക് ഒന്ന് കടന്നു നോക്കൂ. സാർ എന്റെ ബോക്സിന്റെ അകത്ത് എനിക്കൊന്ന് കാണണം എന്താ പറയുക, ഒരു തടയൊന്നുമില്ല. ഞാൻ നോക്കാറുണ്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ സൂം ചെയ്തും